എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു മിണ്ടാത്തെ? പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനാണ് ഈ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല. അല്ല അത് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? അവൻ അതിനു വേണ്ടിയുള്ള ഓട്ടത്തില. അതിനുമ്പോ മീനെ കെട്ടിച്ചോണം. നല്ല കാര്യം അല്ലേ? ഈ അമ്പാടിയുടെ വകയിലേ ഒരു മാമന്റെ മകന്റെ ആലോചന വരുന്നു. പുള്ളിക്കാരെ ഗൾഫിലാ അല്ലേ? പക്ഷെ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അല്ല അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അവളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയേ വേണ്ട. അവൾ ഈ പ്രേമിക്കുന്ന ടൈപ്പൊന്നല്ല. പിന്നെ അവള് വലിയ നല്ല പിള്ളയല്ലേ? പിന്നെ നല്ല പിള്ളയാണ്, എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. ശലഭ ഒരു കാര്യം ചെയ്യണം. എന്തിനാണ് ഇത്ര ഫോർമാലിറ്റി? കാര്യം പറ. ഫോർമാലിറ്റി ഒന്നുമില്ല. മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം. സീക്രട്ട് ആയിരിക്കണം. ഒരാള് പോലും ഇത് അറിയരുത്, പ്രത്യേകിച്ച് അവള്. ശരി, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എനിക്ക് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പരിചയക്കാരൊന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം. പോരെ? പോവാണോ? ശരി. ആഹാ, 3 പേരുണ്ടല്ലോ. അതെ, ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട്. ആങ്ങളേക്ക് ഫീൽ ആവോ? എന്താ കാര്യം പറ. ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവൾ ഇഷ്ടത്തില്ല. സംഭവം ആകപ്പാടെ 2-3 പേർക്കേ അറിയൂ. പക്ഷെ ഭയങ്കര സീരിയസാ. പേരെന്താ? പേര് അൻവർ ഷെരീഫ്. അൻവറേ, കോളേജിൽ ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ്. നീ പോയിക്കോ. ജോസേട്ടാ, ഒരാളിപ്പനെ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. എൻ്റെ അടുത്ത് വരും. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. എന്താ? കല്യാണം. പൈലറ്റ്, ഡോക്ടർ, കളക്ടർ, എഞ്ചിനീയർ. അമ്മേ, കല്യാണം കഴിക്കാൻ ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ ആരെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ എനിക്ക് തറവാട്ടിൽ പിറന്ന പെണ്ണിനെ മതി. അതിനല്ലേ നമ്മുടെ തറവാടി മാട്രിമോണി. തറവാടി മാട്രിമോണി, തറവാട്ടിൽ പിറന്ന തലമുറയ്ക്കായി തറവാടികളുടെ നമ്പർ 1 ചോയ്സ്. താൽക്കെട്ടുന്നതിന് മുമ്പ് തലക്കുറിയും ജാതകവും ശ്രദ്ധാപൂർവ്വം വായിച്ചു നോക്കുക. സർ, പ്രൊഫൈല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ? കറക്റ്റ് ആണോ എന്ന്? ഗോഡ് ഫിയറിംഗ്, ഹോംലി, വെൽ ഡിസിപ്ലിൻഡ്, വെൽ മാനേഡ്, ഇതൊക്കെ പോരെ സർ ഡിസ്ക്രിപ്ഷനിൽ? മതി. വെൽ ഡിസിപ്ലിൻഡ് മതി. അത് തന്നെ ധാരാളം. വെൽ ഡിസിപ്ലിൻഡ് അത് മതി. സർ, ഇതാ ബില്ല്. ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് സർ. സർ, ഞാൻ ലോഗ് ഔട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ദേ നോക്കി ഒരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. കണ്ടില്ലേ സാർ, ആയിരക്കണക്കിന് വരുന്ന പ്രീമിയം പ്രൊഫൈലുകൾക്കിടയിൽ സാറിന്റെ സിസ്റ്ററിന്റെ പ്രൊഫൈൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓഹോ, ജീവൻ രാജ് പേടിച്ചു പോയല്ല. എനിക്കറിയില്ല. അല്ല, 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പ്രീമിയം ക്ലയന്റ്. 3 വർഷമല്ലേ? മൂപ്പർക്കൊരു ചെറിയ ജാതക പ്രശ്നം. പിന്നെ അങ്ങനെ എല്ലാ പ്രൊഫൈലും ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ജാടയാ? അല്ല, പുള്ളി ഭയങ്കര ചൂസ് ചെയ്യാ. ആരെ ഇഷ്ടപ്പെടാത്ത ജീവൻ രാജിന് നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ ഞാനെന്ത് പറയാനാണ് സാർ? യു ആർ വെരി ലക്കി അല്ലേ? നല്ല ഉഗ്രം പയ്യനാണ് ചേട്ടാ. 2 പ്രൊഫൈലും വളരെ മാച്ചിങ് ആണ്. 90% മാച്ചിങ്. നോൺ ആൽക്കഹോളിക്, നോ സ്മോക്കിംഗ്. പിന്നെ ആളും വെൽ ഡിസിപ്ലിൻഡ് ആണ്. അതെ സർ, താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ചു ഇൻട്രസ്റ്റ് കൊടുക്കാലോ? കൊടുക്കാം. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ. ഓക്കെ സർ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് നിന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്നുകൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ? ധൃതി പിടിച്ച് കല്യാണ പരിപാടിയൊക്കെ വേണോ? എനിക്കിത് അറിയോ, അതിനുള്ള പുരോഗമനമൊക്കെ എനിക്കായിട്ടുള്ളൂ. ഇനി വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ അറിയുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടണം. സംസാരിച്ചിടത്തോളം അവർ നല്ല പാർട്ടിയാ. ഈ ഞായറാഴ്ച കാണാൻ വരാന്ന് പറഞ്ഞു. അതിന് അവള് സമ്മതിക്കും? അവള് സമ്മതിച്ചേ പറ്റൂ. നീ നൈസായിട്ട് വേണം ഇത് ഡീൽ ചെയ്യാൻ, അലമ്പാക്കരുത്. അവസ്ഥ ഇതായി പോയില്ലേ? എന്നാ ശരി, നീ വിളിക്ക്. ദൈവത്തിനാണോ? വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓട്ടെ.
മനു വന്നല്ലോ. ഹലോ, അൻവർ ഷെരീഫ്, മീരയുടെ ക്ലാസ്മേറ്റ് ആണ്. ഈ വഴി പോയപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാ. പിന്നെ ഉഷാമയും മാളുവിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്നും കരുതി. മനുപ്രോ PWD-യിലല്ലേ? ആ. സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. മീരയാണെങ്കിൽ പിന്നെ നമ്മൾ വന്നാലും ട്യൂഷൻ തിരക്കാണല്ലോ. അപ്പൊ ശരി. ശരി, ഇറങ്ങട്ടെ. നല്ല പയ്യൻ, ഗുരുത്തമുള്ളവനാ. ശരി അമ്മേ, സൂപ്പർ ചേട്ടൻ. അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വന്നല്ലോ. ഇതിന് മാത്രം കാപ്പി എവിടെ ഇരിക്കുന്നു? ഞാനും വരുവാ. നീ വരണ്ട, നീ പോയേ. എന്താണ് പ്രശ്നം? ആ ക്രിസ്ത്യാനി ചെക്കൻ സമ്മതിച്ചില്ലേ? അവന്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, നമുക്കൊരു കാപ്പി പിടിച്ചിട്ട് വരാമേ. ഏട്ടാ, എന്താന്ന് വെച്ചാ പറ. എനിക്ക് പ്രഷർ കയറിയിട്ട് വയ്യ. അമ്മ ഒന്ന് വാ അമ്മേ. 2 കാപ്പി, 1 മസാല ദോശ. ശരി. വട വേണ്ട. എടാ, എന്തുവാണെങ്കിലും നീ ഒന്ന് പറ. എന്തുവാ കാര്യം? അമ്മ ദോശ കഴിക്കേ. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ? അപ്പൊ ആ ക്രിസ്ത്യാനി ചിക്കനോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ, അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാരെ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് വല്ല കടുങ്കയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്ത് വെച്ചെല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ? അതിനിങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങള്. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയുകയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ.